അങ്ങനെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ യഥാർത്ഥ പ്രതിയെ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതാരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. അറസ്റ്റിന് പിന്നാലെ ജിതിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. 3 ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിനാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. 2018 മുതൽ CPMന്റെ സൈബർ പോരാളിയാണ് ജിതിൻ. ഇതിനുള്ള സാങ്കേതിക പരിജ്ഞാനം പാർട്ടിയിൽ നിന്ന് തന്നെ ജിതിന് ലഭിച്ചിരുന്നു. സ്വന്തം മൊബൈൽ ഫോണിലാണ് ജിതിൻ വ്യാജ സ്ക്രീൻഷോട്ട് തയ്യാറാക്കിയത്. പിന്നീട് ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്കുൾപ്പെടെ നൽകുകയായിരുന്നു. നേരത്തെ അന്വേഷണം തന്നിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിൽ ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തിരുന്നു. ഇക്കാര്യം ജിതിൻ സമ്മതിച്ചിട്ടുണ്ട്. ഫോൺ കഴിഞ്ഞ ദിവസം ജില്ലാ ഫോറൻസിക് ലബോറട്ടറിയിൽ അയച്ചെങ്കിലും ഡേറ്റ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഫോൺ തിരുവനന്തപുരത്തുള്ള സംസ്ഥാന ഫോറൻസിക് ലാബിലേക്ക് അയക്കാനുള്ള നീക്കമാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. തെളിവുകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് SIT പറയുന്നത്. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം കൂടി പ്രതിക്കെതിരെ ചുമത്തും. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരെയും കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടി അന്നത്തെ അന്വേഷണ സംഘം കേസ് അവസാനിപ്പിക്കാൻ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാക്കളാണ് പ്രതികളെന്ന് UDFന്റെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേറ്റതിന് പിന്നാലെ കുറ്റ്യാടി MLA പാറയ്ക്കൽ അബ്ദുള്ള കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി. ഇതോടെയാണ് കേസിന് വീണ്ടും ജീവൻ വെച്ചത്. SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയ ദിവസങ്ങൾക്കകം ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ അറസ്റ്റിലായി. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ജിതിനിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. സ്ക്രീൻഷോട്ട് ജിതിൻ ആദ്യം വടകര സ്ക്വാഡ് എന്ന ഗ്രൂപ്പിലും പിന്നീട് ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിലും പ്രചരിപ്പിച്ചെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ജിതിൻ ഒറ്റയ്ക്ക് സ്ക്രീൻഷോട്ട് വാട്സപ്പ് വഴി 200 പേർക്ക് ഫോർവേഡ് ചെയ്തെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് UDFനെതിരെ CPM ശക്തമായി ഉപയോഗിച്ച വിഷയമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. കാഫിറായ KK ശൈലജയ്ക്ക് വോട്ട് ചെയ്യരുത്, 5 നേരം നിസ്കരിക്കുന്ന ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ളതായിരുന്നു സ്ക്രീൻഷോട്ട്. ഇത് മുസ്ലിം ലീഗാണ് ചെയ്തതെന്നും വർഗീയ ചേരിതിരിവിനുള്ള ശ്രമമാണെന്നും ആരോപിച്ച് വലിയ കോലാഹലമാണ് CPM തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയത്. MSF പ്രവർത്തകനായ PK മുഹമ്മദ് കാസിം വാട്സപ്പിൽ അയച്ചതെന്ന പേരിൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്. LDFന്റെ പരാതിയിൽ പോലീസ് കാസിമിനെ പ്രതിയാക്കി ആദ്യം അന്വേഷണം നടത്തി. എന്നാൽ കാസിം തന്റെ ഫോൺ ഉൾപ്പെടെ പോലീസിന് നൽകി താനല്ല ഇത് ചെയ്തതെന്നും ഫോൺ പരിശോധിക്കണമെന്നും അറിയിച്ചു. നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് നടത്തിയ അന്വേഷണം ഡിവൈഎഫ്ഐ നേതാക്കളിലേക്ക് നീങ്ങി. ഇതോടെ പോലീസ് അന്വേഷണം മന്ദഗതിയിലായി. പിന്നീട് LDF സർക്കാരിന്റെ അവസാന കാലത്ത് പ്രതികളെ കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ഡിവൈഎഫ്ഐ നേതാക്കളെ രക്ഷിക്കാനുള്ള ഈ നീക്കത്തിനെതിരെയാണ് കുറ്റ്യാടി MLA രമേശ് ചെന്നിത്തലയെ കണ്ട് തുടരന്വേഷണ ആവശ്യം ഉന്നയിച്ചത്. അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ലെന്ന ഉറച്ച നിലപാടിലാണ് ലീഗും UDFും. കാരണം അത്രയേറെ മുസ്ലിം ലീഗിനെയും UDFനെയും വർഗീയവൽക്കരിക്കാൻ LDF ഈ വിഷയം ഉപയോഗപ്പെടുത്തിയിരുന്നു. CPM നേതാവ് A റഹീം MP അന്ന് ഷാഫി പറമ്പിലിനെ വിശേഷിപ്പിച്ചത് കേരളത്തിലെ പൊളിറ്റിക്കൽ പോയിസൺ എന്നാണ്. ഷാഫിയെ തകർക്കുക എന്നത് CPMന്റെ ഏറെ നാളായുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ്. അതിനാൽ തന്നെയാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് UDF ബലമായി സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഷാഫിക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. CPM വിചാരിച്ചാൽ ഷാഫിയും പാറയ്ക്കൽ അബ്ദുള്ളയും പുറത്തിറങ്ങില്ലെന്നായിരുന്നു ഭീഷണി. കേസിൽ ഡിവൈഎഫ്ഐ നേതാക്കളെ മനഃപൂർവ്വം പ്രതികളാക്കുന്നു എന്നാണ് CPM ആരോപണം. എന്നാൽ ഇപ്പോൾ ശക്തമായ തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് CPMനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുമെന്നത് ഉറപ്പാണ്.